തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിത വിജയം നേടുവാൻ പ്രചോദനമായിട്ടുണ്ട്. 1937 റിലീസ് ചെയ്ത ഇത് ഇപ്പോഴും എവർഗ്രീൻ ബുക്കായിട്ട് തുടരുന്നു. ഇതിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ചെറിയൊരു മടി, ഇത്രയും കട്ടിയുള്ളൊരു പുസ്തകം ഇത് വായിക്കാൻ ചെറിയൊരു മടി. അപ്പോൾ ആ മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാനത് ചെറിയ ഓരോ ചാപ്റ്ററും ചെറിയ വീഡിയോകളാക്കിയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ഡിസയർ എന്ന ചാപ്റ്ററാണ് ഇതിലൂടെ നമുക്ക് ഇന്ന് കാണുന്നത്. ഇതിൻ്റെ നെപ്പോളിയൻ ഹില്ല് തൻ്റെ തന്നെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൻ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ചെവികളില്ലായിരുന്നു, 2 ചെവികളുമില്ല. ഡോക്ടറോട് ചോദിച്ചു, ഒരു രക്ഷയുമില്ല. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയുമില്ല. തല സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കേൾക്കാൻ ഉതകുന്ന അവയവങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നെപ്പോളിയൻ ഹില്ല് തീവ്രമായി ആഗ്രഹിച്ചു, എൻ്റെ മകനും ഒരു സാധാരണ കുട്ടിയെപ്പോലെ വളരണം. അവന് പ്രകൃതി അല്ലെ ദൈവം ഈ ചെവികൾ കൊടുത്തില്ല എങ്കിലും ഞാൻ തളരില്ല. അവൻ ഒരു സാധാരണ കുട്ടിയെപ്പോലെ കേൾക്കും, അങ്ങനെ വളരുകയും ചെയ്യും, നല്ലൊരു മനുഷ്യനായി മാറുകയും ചെയ്യുമെന്ന് തീവ്രമായി അദ്ദേഹം ആഗ്രഹിച്ചു. അത് പ്രകാരം ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇദ്ദേഹം ഒരു മ്യൂസിക് പ്ലെയർ വാങ്ങി വീട്ടിൽ വെച്ചു. അത് പ്ലേ ചെയ്തപ്പോൾ ഈ കുട്ടി ഡാൻസ് ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് തോന്നി. അപ്പോൾ എന്തായി ചെയ്യുന്നത്, ഈ കുട്ടി ഈ ടേബിളിൽ കടിച്ചു പിടിച്ചുകൊണ്ട്, ഈ മ്യൂസിക് പ്ലെയർ വെച്ച ടേബിളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഈ സംഗീതം ആസ്വദിക്കുകയായിരുന്നു. അതിനനുസരിച്ച് അവൻ ഡാൻസ് ചെയ്യുന്നു. അതായത് ബോൺ കണ്ടക്ഷൻ എന്ന ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പല്ലിലൂടെ ഈ പ്രകമ്പനങ്ങൾ പല്ലിലൂടെ വന്ന് അവൻ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. പിന്നെ അദ്ദേഹം ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്, നമുക്ക് പല ഹിയറിംഗ് എയ്ഡ് മെഷീൻസും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പല മെഷീൻസും ട്രൈ ചെയ്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. പക്ഷേ ഈ നെപ്പോളിയൻ ഹില്ല് ഈ തീവ്രമായ ആഗ്രഹം അല്ലേ, അത് ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോഴും ഉണ്ടായിരുന്നു. ഇതിവൻ സാധാരണ കുട്ടിയെപ്പോലെ വളരും എന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു കമ്പനി അവർ ഡെവലപ്പ് ചെയ്ത പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ഇവർക്ക് അയച്ചു കൊടുത്തു. അത് ഓൾറെഡി കുട്ടി കുറച്ച് നിരാശനായിരുന്നു, ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആ ഇൻസ്ട്രുമെൻറ്റ് വെച്ചപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ടു. പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റി, അവൻ്റെ അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റി. വളരെ മനോഹരമായിട്ട് ഉള്ളൊരു നിമിഷമായിരുന്നു അത്, അല്ലേ? സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടി, അല്ലെ കേൾക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് വളരെയധികം സന്തോഷമായി അത് കേട്ടപ്പോൾ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഈ ഉപകരണം വെച്ചുകൊണ്ട് അവൻ പിന്നീടുള്ള പഠനവും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഈ കുട്ടിക്ക് തോന്നി, എനിക്ക് സ്വന്തമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് തോന്നി സ്വന്തമായിട്ട് കുറച്ച് അധ്വാനിച്ച് പണം ഉണ്ടാക്കണം എന്നുള്ളതൊരു തോന്നൽ വന്നു. എനിക്ക് ഈ ചെവിയില്ല എന്നുള്ള ന്യൂനത ഉണ്ട്, പക്ഷേ അത് വെച്ച് ഞാൻ ഇരിക്കുകയില്ല, എനിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പക്ഷേ അവനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. ഈ കുട്ടിയല്ലേ, അങ്ങനത്തെ കുട്ടിയല്ലേ വിചാരിച്ചിട്ട് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇവൻ അടുക്കളയുടെ ജനൽ തുറന്ന് അതിൻ്റെ ഉള്ളിലൂടെ അവൻ പുറത്ത് ചാടിയിട്ട് പുറത്ത് പോയിട്ട് ഒരു ആളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പൈസ കടം വാങ്ങി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, നേരെ ഒരു പേപ്പർ ഏജൻറ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കുറച്ച് പേപ്പർ എനിക്ക് തരും, ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അയാളത് കൊടുത്തു. അത് വിതരണം ചെയ്തു, പല വീടുകളിലായിട്ട് വിതരണം ചെയ്തു. അങ്ങനെ ഒരു പൈസ സമ്പാദിച്ച് അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ വീട്ടിലെത്തി ജനലിനുള്ളിൽ കൂടെ തന്നെ ഉള്ളിൽ കയറി അത് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അവൻ്റെ കയ്യിൽ അന്നത്തെ സമ്പാദ്യം അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നെപ്പോളിയനിൽ ഇത് അറിഞ്ഞു അദ്ദേഹം. വീട്ടിലെത്തി നോക്കുമ്പോൾ ഇവൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ അന്നത്തെ ആ സമ്പാദ്യം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ കുട്ടിയുടെ അമ്മ കരയാൻ തുടങ്ങി. പക്ഷേ ഈ നെപ്പോളിയൻ ഹില്ല് പിന്നെ വിചാരിച്ചു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ ഈ കുഞ്ഞ് ഒരു സാധാരണ ബാലനെ പോലെ വളരണമെന്നുള്ളത്, അത് ഞാൻ നേടിയെടുത്തു, എൻ്റെ ഈ ആഗ്രഹം സഫലമായി എന്ന് അദ്ദേഹം വിചാരിച്ചു. ഈ കുട്ടി പിന്നെയും വളർന്നു. ഈ കുട്ടിക്ക് പിന്നെയും എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഉൾക്കാഴ്ച വന്നു. അവൻ എന്ത് ചെയ്തു, ഈ മെഷീൻ സപ്ലൈ ചെയ്ത കമ്പനിയുമായി കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ചീഫ് എഞ്ചിനീയറെ പോയി കണ്ടു.
അപ്പോൾ ചീഫ് എഞ്ചിനീയർക്കും വളരെ സന്തോഷമായി. ഏതൊരു എഞ്ചിനീയർക്കും ഞാനും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്ക് ലഭിക്കും. അത് ഞാൻ വളരെ പ്രാവശ്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. ആ സന്തോഷത്തിന് നമുക്ക് എത്ര പണം കൊടുത്താലും ആ സന്തോഷത്തിന് പകരം വയ്ക്കാനാവില്ല. അതാണിത്. ഓക്കെ, അപ്പോൾ ആ എഞ്ചിനീയർക്ക് വളരെ സന്തോഷമായി. അവർ പിന്നെ ഒരു പദ്ധതി ഇട്ടു, ഇവൻ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവും, എന്നിട്ട് ലോകം മുഴുവനും ഈ മെഷീൻ വിൽക്കുവാൻ വേണ്ടി ഇവൻ പ്രയത്നിക്കും. എന്നുവെച്ചാൽ ഇവനെ സ്വന്തം അനുഭവത്തിൽ നിന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ കുട്ടികൾക്ക് പുതിയ ഒരു ജീവിതം കൊടുക്കാനും പറ്റും. ഒപ്പം തന്നെ ഇവർക്ക് അതിനുള്ള പ്രതിഫലം പറ്റുവാനും സാധിക്കുമല്ലോ. അങ്ങനെ ഈ പയ്യൻ അങ്ങനെ അവരുടെ മാർക്കറ്റിംഗ് ഏറ്റെടുത്തു. അങ്ങനെ അത് വൻ വിജയമായിട്ട് മാറി. അതായത് സാധാരണ ഒരു ആളുകൾ തളർന്നു പോകുന്ന ഒരു സമയത്തും ഒരു തീവ്രമായി ആഗ്രഹിച്ചു, ഒരു അച്ഛൻ തീവ്രമായി ആഗ്രഹിച്ചു, ഒരു അമ്മ തീവ്രമായി ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ആഗ്രഹം കുട്ടിയിലേക്കും പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ കുട്ടിയും തീവ്രമായി ആഗ്രഹിച്ച് അത് നേടിയെടുത്തു. അത് വളരെ നല്ലൊരു കാര്യമല്ലേ, അല്ലേ? അപ്പോൾ ഇതുപോലുള്ള പല റിയൽ സ്റ്റോറികളാണ് ഈ ബുക്കിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് പ്രചോദനം പഠിക്കുവാനും ഏറെയുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരാളുടെ കാര്യമെടുക്കാം. ബാൺസ് എന്നൊരാൾ, അദ്ദേഹത്തിന് തീവ്രമായ ആഗ്രഹം ഇതായിരുന്നു, തോമസ് ആൽവ എഡിസൻ്റെ ബിസിനസ് പാർട്ട്ണർ ആവുക എന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൈസ ഇല്ല. സാധാരണഗതിയിൽ ബിസിനസ് പാർട്ട്ണർ ആകണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ കാപ്പബിലിറ്റി അങ്ങനെ എന്തെങ്കിലും വേണം, എന്നാലല്ലേ പാർട്ട്ണറാകാൻ പറ്റുകയുള്ളൂ. അതൊന്നുമില്ല. പക്ഷേ തീവ്രമായ ഒറ്റൊരാഗ്രഹം, എനിക്ക് ഇതിൽ കുറഞ്ഞൊന്നും വേണ്ട, എഡിസൻ്റെ പാർട്ട്ണറാകണം എന്നൊരൊറ്റ ആഗ്രഹം വെച്ച് അദ്ദേഹം ഇരുന്നു. ആ എഡിസൻ്റെ ഓഫീസിലേക്ക് പോകാനുള്ള ട്രെയിൻ പണം കൊടുക്കാനുള്ള പണം കയ്യിലുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അവിടെ എത്തി അദ്ദേഹം എഡിസണുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ആ എഡിസൺ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പാർട്ട്ണറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ചെറിയ ജോലി തരാം. ആ ജോലിയിൽ അദ്ദേഹം തുടർന്നു. അങ്ങനെ 5 കൊല്ലത്തോളം, വളരെ ചെറിയൊരു ജോലിയായിരുന്നു അത്, 5 കൊല്ലത്തോളം അവിടെ തുടർന്നു ജോലി ചെയ്യുന്നു. അപ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട, എഡിസൻ്റെ ബിസിനസ് പാർട്ട്ണർ ആകുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അത് ഞാൻ നേടിയേ അടങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 5 കൊല്ലത്തിന് ശേഷം ഒരു ദിവസം പറഞ്ഞു, എഡിഫോൺ എന്നുള്ള പുതിയ ഡിവൈസ് എഡിസൺ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞു ഇത് വിൽക്കുവാൻ വേണ്ടിയിട്ട്. അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഫംഗ്ഷനും മറ്റും. പക്ഷേ അവർ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് വിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇതത്ര സാധ്യത ഇല്ലാത്തൊരു ഉൽപ്പന്നമായിപ്പോയി, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മളെ ബാൺസ് കേൾക്കുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം എഡിസണടുത്ത് സമീപിച്ച് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് ഞാൻ വിറ്റു തരാം എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങ് ചരിത്രമായി. അങ്ങനെ അമേരിക്കയിലും എല്ലാം വളരെ നന്നായിട്ട് ഇയാൾക്കിത് വിൽക്കുവാൻ സാധിച്ചു. അപ്പോൾ പിന്നെ എഡിസൺ പറഞ്ഞു, ഓക്കെ, നിങ്ങളെ ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് അംഗീകരിച്ചിരിക്കുന്നു, അങ്ങനെയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ എഡിസൻ്റെ പാർട്ട്ണറായിട്ട് മാറി, അല്ലേ? നമ്മളൊക്കെ പോലുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഇത്ര കൊല്ലമൊന്നും വെയിറ്റ് ചെയ്യില്ല. ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ വിചാരിക്കും എ പ്ലാൻ, ബി പ്ലാൻ, സി പ്ലാൻ, ഡി പ്ലാൻ എങ്ങനെ ഉണ്ടാവും. കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്യും, അതിലെന്തെങ്കിലും ചെറിയ പരാജയം സംഭവിച്ചാൽ അത് വിട്ട് അടുത്തതിലേക്ക് കടക്കും, അത് വിട്ട് അതിലെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് വിട്ട് അടുത്തതിലേക്ക് പോകും. അങ്ങനെ മാറി ഒടുവിൽ എവിടെയും എത്താതെയായി പോകുന്ന അനേക പേരെ നമുക്ക് ചുറ്റും കാണാം. അപ്പോൾ ഇവർ തീവ്രമായ ഒറ്റ ആഗ്രഹം, അത് നേടിയേ അടങ്ങൂ എന്നുള്ളൊരാഗ്രഹം. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ ശത്രുരാജ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ നാവികരെല്ലാവരെയും, ഇതിൻ്റെ സേനാപതി ഇവരെല്ലാവരെയും, സോൾജേഴ്സിനെ എല്ലാവരെയും കുറേ ബോട്ടുകളിലാക്കിയിട്ട്, പടക്കോപ്പുകളും സോൾജേഴ്സും പട്ടാളക്കാരെയും എല്ലാവരുമായിട്ട് ബോട്ടുകളിലാക്കിയിട്ട് ആ സ്ഥലത്തെത്തിയതിന് ശേഷം എന്ത് ചെയ്തു? ഇയാൾ പറഞ്ഞു, ഇനി ആ ബോട്ടുകളൊക്കെ കത്തിച്ച് കളഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം? ബോട്ടുകൾ കത്തിച്ച് കളഞ്ഞു. ഇനി ഇവർക്ക് ജയിച്ചേ പോകാൻ പറ്റൂ എന്നുള്ള സ്ഥിതി വന്നു. ജയിച്ചേ പറ്റൂ, അല്ലാതെ ശ്രമിച്ചു നോക്കാം, ജയിച്ചാൽ ജയിച്ചു, ജയിച്ചില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെ ഇട കൊടുത്തില്ല. ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്താണ്, ഈ
പട്ടാൾക്കാരെല്ലാം നന്നായിട്ട് പൊരുതി അവർ ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് വരുന്നത്. ഇനി വേറെ ആൾക്കാരുണ്ട്, മാർക്കോണിക്ക് എന്തായിരുന്നു, വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ പിടിച്ച് എല്ലാവരും കൊണ്ടുപോയിട്ട് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി പിടിച്ച് കെട്ടി ഭ്രാന്താശുപത്രി. എങ്ങനെ വയറില്ലാതെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുക, അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ച് കെട്ടി. ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, തലയ്ക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് കെട്ടി ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ അതിൽ പ്രൂവ് ചെയ്ത് കൊടുത്തു. അതാണ് നമ്മുടെ റേഡിയോ. ഇനി എനിക്കും ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എനിക്കും ചില ആഗ്രഹങ്ങളായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ വലിയ വലിയ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ ഫോട്ടോകൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കൂറ്റൻ ട്രാൻസ്ഫോമറുകൾ ഫോട്ടോകൾ. അപ്പോൾ അത് BHEL എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലത്തെ ഭോപ്പാലിലൊരു കമ്പനിയാണ് നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലൂടെ എടുത്തു. ഇത്രയും വലിയ നമ്മളൊക്കെ കാണുന്ന ചെറിയ ചെറിയ ട്രാൻസ്ഫോമർ, റോഡ് സൈഡിൽ കാണുന്ന ചെറിയ ട്രാൻസ്ഫോമറാണ്. അതിലും ചെറിയ ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റെബിലൈസർ അങ്ങനെയൊക്കെ ഉള്ളിൽ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ കാണുന്നത് വളരെ ചെറിയ ട്രാൻസ്ഫോമറാണ്. ഇത് റോഡ് സൈഡിൽ കാണുന്ന ട്രാൻസ്ഫോമർ ഒന്നിലും വലുതാണ്. പക്ഷേ അതിനേക്കാളും 100 ഇരട്ടി 1000 ഇരട്ടി വലുപ്പമുള്ള അത്രയും വലിയ ട്രാൻസ്ഫോമറുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ BHEL എന്നുള്ള സ്ഥാപനം. അപ്പോൾ അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയും അളിയനും ഭോപ്പാലിലാണുള്ളത്. അവരെന്നെ സ്നേഹപൂർവ്വം അങ്ങോട്ട് സ്വാഗതം ചെയ്തു. അവിടെ പോയി കുറേ ജോലിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ BHELലും പോയി, അവിടെയും കിട്ടിയില്ല. അവിടെ ഗവൺമെൻറ് കമ്പനി ആയ കാരണം അതിന് പ്രൊസീജിയർ വളരെയധികമുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ജോലി കിട്ടാൻ പറ്റുന്ന സ്ഥലമല്ല അതൊന്നും. അപ്പോൾ പക്ഷേ എനിക്കൊരാഗ്രഹം അവിടെ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതൊരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ആ പോകുന്ന സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കാൻ മറന്നുപോയി. എൻ്റെ ഭാഗ്യം എന്നേ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കപ്പാസിറ്റർ എടുക്കുന്ന കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടായിരുന്നു. വേറെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അവിടെ ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് സർട്ടിഫിക്കറ്റ് അടക്കം എടുക്കാൻ മറന്ന ഒരാളെ എങ്ങനെ വെക്കുക എന്ന് എന്നെ റെക്കമെൻഡ് ചെയ്ത ആളോട് അവിടുത്തെ മാനേജർ ചോദിച്ചു. പക്ഷേ ഞാൻ എന്താ അറിയില്ല, ഞാൻ മറന്നത് നന്നായി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വേറൊരു കമ്പനിയിൽ പോയി. ആ കമ്പനി എന്ന് വെച്ചാൽ ഈ BHELന് വേണ്ടിയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കമ്പനി, അതിൻ്റെ ഒരു ആൻസിലറി യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. ആ കമ്പനി ത്രൂ എനിക്ക് BHEL പോകാനും BHELന് വേണ്ടി പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം. ഒരു 10 കൊല്ലത്തോളം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസും കിട്ടി. വളരെ നല്ല ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാനും എല്ലാം സാധിച്ചു. പിന്നെ എൻ്റെ ഒരു ചിരകാല അഭിലാഷമായ BHELുമായിട്ട് ഉള്ള ഇടപാടുകൾ നടത്താനും അവരുടെ കമ്പനിയിൽ ഫാക്ടറിയിൽ പോയിട്ട് ഫുള്ളായിട്ട് വിസിറ്റ് ചെയ്യുവാനും അവിടുത്തെ ടോപ്പ് മോസ്റ്റ് എൻജിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് കൊടുക്കുവാനും സാധിച്ചു. അത് ഒരു വളരെ കാര്യമാണ്. പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ വളരെയധികം ആസ്തമ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാലമായിരുന്നു ചെറുപ്പകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുളിക എടുത്ത് കഴിക്കണം, അത് നിൽക്കാൻ വേണ്ടിയിട്ട്, ആസ്മ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുളികയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എത്ര ഭംഗിയായിട്ടാണ് ഇതിൻ്റെയൊക്കെ പാക്കിങ് ഉള്ളത്, ഇതെങ്ങനെ പാക്കിങ് ഉണ്ടാവുക, ഈ ഗുളികയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവുക, അതൊന്നും കാണില്ല, അതിൻ്റെ ഫാക്ടറി ഒന്നും കാണില്ല, അവിടെ നിന്നൊരു വർക്ക് ചെയ്യാൻ കിട്ടിയാൽ നല്ല ഭാഗ്യമല്ലേ. അങ്ങനെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സാധ്യമായി. ഭോപ്പാലിൽ പോയപ്പോൾ അവിടെ ലൂപ്പിൻ ലബോറട്ടറീസ് എന്ന കമ്പനീൻ്റെ ആൻറ്റിബയോട്ടിക്സും അതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവിടെ മെയിൻ്റനൻസ് എഞ്ചിനീയറായിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ മെഷീൻസും എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. എന്നുവെച്ചാൽ ഈ ഗുളികയൊക്കെ ആദ്യം പല കെമിക്കൽസ് ഇല്ലേ അത് ചേർത്ത് അതിനെ മിക്സ് ചെയ്ത് അതിനെ ഗുളിക പരുവത്തിലാക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിൽ അതാക്കും. അത് കഴിഞ്ഞിട്ട് ആ മെഷീൻ വേറെ ഒരു പാക്കിംഗ് മെഷീൻസ് ഉണ്ട്, അതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴേക്കും ഇതൊക്കെ വേഗത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴേക്കിന് ഈ പൊടിയുള്ള സാധനം കുറച്ച് കഴിയുമ്പോഴേക്കും ഗുളിക പാക്കറ്റായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ ഇഞ്ചക്ഷനും നമുക്ക് കാണില്ല, ഇഞ്ചക്ഷനൊക്കെ അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി അതിൽ സ്റ്റെറിലൈസ്ഡ് റൂമുണ്ട്. വളരെ സ്റ്റെറിലൈസ് ആയിട്ടുള്ള റൂമായിരിക്കണം. അപ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടു, അതിൻ്റെ മുകളിൽ സ്റ്റെറിലൈസ് ചെയ്ത വേറെ ഡ്രസ്സ് ഇട്ടു, അതിൻ്റെ മുകളിൽ വേറെ ഡ്രസ്സ് ഇട്ടു, അങ്ങനെ കുറേ ഡ്രസ്സ് ഇട്ട് നമ്മൾ ഈ ബഹിരാകാശത്തൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അതുപോലെയുള്ള കുറേ ഡ്രസ്സുകളായിട്ട് കണ്ണ് മാത്രം തുറന്നിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് പോലത്തെ ഉണ്ടാവും.
ബാക്കിയൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ മെഷീനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനും അതിനെ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അതിനെ നല്ല രീതിയിൽ അവിടുന്ന് സാധാരണ വരുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുവാൻ വേണ്ടിയിട്ട് എല്ലാം മോഡിഫിക്കേഷൻ ചെയ്യുവാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീവ്രമായി ആഗ്രഹിച്ചാൽ എന്ത് കാര്യം നടക്കും. പിന്നെ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി വേണം, ആഗ്രഹം നടന്നു. അതും നമ്മൾ ആൾക്കാർക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എൽവർ എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സേവർ എന്നാണ് എൽവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും വാട്ടറും സേവ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ടാക്കാൻ സാധിച്ചു. അത് വളരെ റിലയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായി ആൾക്കാരുടെ അടുത്ത് നിന്ന് നല്ലൊരു അഭിപ്രായം കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ആൾക്കാരെ റിക്വയർമെൻറ്റ് വേറെ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് പല പ്രൊഡക്ട്സും ഞാൻ പല ആൾക്കാർക്കുമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, വലിയ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളേക്ക് ഇതിൽ ഒന്നും കൂടി നന്നാക്കാനുള്ള വകുപ്പുണ്ട് നമുക്ക് തോന്നും പലപ്പോഴും. പക്ഷേ അവരത് ഹാപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ആ ഒരു മോഡിഫിക്കേഷൻ കൂടി അടുത്തതിൽ കൊടുത്ത് നമ്മളെപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീവ്രമായി ആഗ്രഹിച്ചോളൂ, എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നോക്കിയാൽ അറിയാം. നമ്മളൊരു വീടുണ്ടാക്കണം ആഗ്രഹിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം കയറും, എങ്ങനത്തെ വീടായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ വീടുണ്ടാക്കി കഴിയുമ്പോഴേക്ക് അതുപോലെ ഏകദേശം അതുപോലെയുള്ള വീടായിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിയുക. അതുപോലെ തന്നെ കാറ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണെന്ന് വെച്ചാൽ ഏത് കാറാണ് വാങ്ങണം നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ റോട്ടുമിൽ നോക്കുമ്പോഴൊക്കെ ആ കാറാണ് പിന്നെ കാണുക, അല്ലേ? അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാറ്. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ വെച്ചിങ്ങനെ കഴിയുമ്പോൾ ആ കാറ് നമ്മളെ ഗാരേജിലേക്ക് എത്തുന്ന പോലെയും നമുക്ക് എത്തിയതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലത്തെ ഡിസയർ എന്ന ഈ ചാപ്റ്ററാണ് ഇപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇത് കേട്ടതിനൊപ്പം തന്നെ നമ്മൾ ആ ബുക്ക് കൂടി വായിക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്കതിൻ്റെ രത്നച്ചുരുക്കം നമുക്ക് മനസ്സിലായി, അതിലുള്ള എസെൻസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ബുക്കിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളൊരു ആഗ്രഹിച്ചാൽ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് വെച്ചാൽ സപ്പോസ് ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. ഓക്കെ, അപ്പോൾ അത് 1 കോടി രൂപ, അപ്പോൾ ആ നേരായ വഴിക്കാണ് ഉണ്ടാക്കുന്നത്, അല്ല നേരെ വളഞ്ഞ വഴിക്കല്ല. ഒരു 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100 അങ്ങനത്തെ പരിപാടിയല്ല. ഓക്കെ, നേരായ വഴിക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ആ ആഗ്രഹിച്ചാൽ അത് എന്നത്തേക്ക് നേടിയെടുക്കണം എന്നുള്ളത് നമ്മളതിൽ എഴുതിയിരിക്കണം. അപ്പോൾ 1 കോടി രൂപ എനിക്ക് സപ്പോസ് ഡിസംബർ 31 ഇന്ന കൊല്ലമാകുമ്പോഴേക്കും ഉണ്ടായി അതിൽ ഞാൻ എന്ത് സർവീസാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മൾട്ടി സോഴ്സസ് ഓഫ് ഇൻകമാണ്, ഏതാണ് ആ സർവീസ് കൂടി നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ 1 കോടി രൂപ എനിക്ക് ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കും കിട്ടണം, ഞാൻ അതിനു വേണ്ടി ഞാൻ ഇന്ന സർവീസ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഗോൾ കാർഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ദിവസവും വായിക്കുകയും ദിവസവും കാണുകയും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഇച്ഛ എന്നുള്ള ഡിസയർ എന്നുള്ള ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. ആ ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ പുസ്തകമില്ലേ, ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ പുസ്തകം വാങ്ങുകയും ചെയ്ത് അത് വായിക്കുകയും ചെയ്താൽ എന്തുണ്ടാവും, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം അറിയാമല്ലോ, ഉള്ളിലുള്ള എസൻസ് അറിയുമ്പോൾ നമുക്ക് പിന്നെ ഓരോ വാക്കിനും അതിനെ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ഏകദേശം നമുക്കതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് പിന്നെ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ട് നമുക്ക് വായനാശീലം കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ, അല്ല 2 കൈയുണ്ട്, എല്ലാവരും വിജയിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. രവി സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അടുത്ത ചാപ്റ്ററും ഇതുപോലെ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.